കെ.എം. മാണി ഒറ്റയ്ക്കല്ല എന്ന് കേരള കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം നൽകിയാണ് അവർ വിളിച്ചത് എന്നാണ് ആദ്യം കരുതിയത്. ബിജു രമേശിന്റെ തെളിവ് നൽകൽ കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള അർത്ഥം മനസ്സിലായത്. കെ ബാബു അടക്കം വേറെയും 3 മന്ത്രിമാർ കൂടെയുണ്ട് മൊഴിയിൽ. അതാണ് കെ.എം. മാണി ഒറ്റയ്ക്കല്ല എന്ന മുദ്രാവാക്യത്തിന്റെ അർത്ഥം. ഇനി നാനാർത്ഥങ്ങളിലേക്ക്, തിരുവാതിരവായിലേക്ക് സ്വാഗതം. ഏകകോശ ജീവിയായ അമീബ പിളർന്നു വളരുന്ന വിദ്യ പഠിച്ചത് കേരള കോൺഗ്രസിൽ നിന്നാണ്. കേരള കോൺഗ്രസ് ഉണ്ടായ ശേഷം കേരളത്തിൽ കൃത്യമായ സമയങ്ങളിൽ മുടക്കം കൂടാതെ നടന്ന ഒരേ ഒരു പരിപാടി കേരള കോൺഗ്രസിന്റെ പിളർപ്പാണ്. പിളർപ്പിന്റെ സാധ്യത കുറവാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ അവർ ഒന്നിച്ചു ചേരും, പിന്നെ പിരിയും. വേർപിരിയാൻ മാത്രം ഒന്നിച്ചുകൂടിയെന്ന് കവി പറഞ്ഞ പോലെ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു വിവാഹം നടന്നത് പിന്നീട് വിവാഹമോചനം നടത്താൻ വേണ്ടി മാത്രമായിരുന്നു. ഇന്ന് നമ്മുടെ കേരള കോൺഗ്രസ് കല്യാണം 11-ാം തീയതി തിരുനക്കരയിൽ വെച്ച് നടത്താൻ പോകുന്നു. ഇത് ജാഥയായിട്ട് വന്ന നമ്മുടെ വധു ഇങ്ങോട്ട് വരും. എല്ലാവർക്കും സമ്മതമാണല്ലോ എന്ന് PC ജോർജ് തന്നെ ചോദിച്ചു. എല്ലാവർക്കും സമ്മതമാണ്. പിന്നെ ജീവിതം ഞങ്ങൾ നല്ലപോലെ പെണ്ണിനെ പറ്റി എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങളുടെ അയൽവക്കാണ്. അതുകൊണ്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല. പെണ്ണ് സമ്മതം എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാനൊക്കെ സമ്മതിച്ചു. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ, കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ, വിനോദിന കടകം ഇത് പുത്തൻ അച്ചിയല്ല, എത്രയോ വഴക്കമുള്ള അച്ചിയാണ്. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം ദുന്തനാനേന. ഞാൻ പെണ്ണല്ലോ, ഞാൻ ചെറുക്കൻ. ചെക്കനും പെണ്ണും അങ്ങനെ പുറത്തു തുടങ്ങി. കല്യാണത്തിലെ പെണ്ണ് PC ജോർജ് സർക്കാരിന്റെ ചീഫ് വിപ്പായി. ചീഫ് വിപ്പ് എന്താണെന്ന് നാട്ടുകാർ അങ്ങനെ ആദ്യമായി അറിഞ്ഞു തുടങ്ങി. നിങ്ങൾ വല്ലൊരു ഇതിനു മുമ്പ് ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സത്യം പറ. ഏതായാലും ഞാൻ വന്നതിന് ശേഷമല്ലേ അതൊക്കെ ഒരു സാധനം ഉണ്ടെന്ന് നിങ്ങളറിയാം. അപ്പോൾ അതിനൊരു ചെറിയ മഹത്വം ഉണ്ടില്ലേ? നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് ഈ ചീഫ് വിപ്പെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? അതുകൂടെ ഒന്ന് ചോദിക്കാണ്. വിപ്പ് ചേട്ടാ, അതിൻ്റെ മലയാളം വാക്ക് എന്നാണെന്നറിയാമോ? ചാട്ട. അതാ രസം. ചാട്ട, കാളക്കിട്ട് കൊടുക്കുന്ന ചാട്ട കൊണ്ടാണ് അടി കൊടുക്കുന്നത്. അതിപ്പോൾ ഈ നമ്മുടെ നെൽവയൽ ഈ വയൽ വാണിഭവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് വിപ്പിന്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ചാട്ട എന്ന് പറയും. ഈ ചാട്ട കൊണ്ട് അടിക്കുക എന്നുള്ളതാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലാണ് ആദ്യമായി വിപ്പ് ഉണ്ടായത്. അവിടെ രാജ്യസഭ അല്ല ലോകസഭ പ്രഭുസഭയൊക്കെയാണ്. അവിടെ പ്രഭുക്കന്മാർക്കൊന്നും വന്ന് നല്ല നേരത്ത് വന്ന് ഈ സഭ വരത്തില്ല, വോട്ട് ചെയ്യാൻ ഒരെണ്ണം വരത്തില്ല. തൊട്ടടുത്ത് ബാർ വരെയാണ് ഉള്ളത്. ഇവിടെ അതില്ല, ദീപാവലി അവിടെ അതുവരെയുണ്ട്. അപ്പോൾ അതിലേ നടക്കുമ്പോൾ വിപ്പുമാർ ആരും വോട്ട് ചെയ്യാൻ വരാതിരുന്നപ്പോൾ അന്നത്തെ ഭരണകൂടം തീരുമാനിച്ചു വിപ്പുമാരെ വെക്കാൻ. അങ്ങനെ ചാട്ട, അതുകൊണ്ട് ഈ ചാട്ട എന്ന് പേര് വരാൻ കാരണം. അങ്ങനെയാണ് ചീഫ് വിപ്പ് ഉണ്ടായത്. PC ജോർജ് ഇവിടെ ചീഫ് വിപ്പായ ശേഷം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആ പദവി നിർത്തിയിരിക്കാനാണ് സാധ്യത. ഇവിടുത്തെ വിപ്പ് ചായയിൽ പഞ്ചസാര ഇടുന്നത് മുതൽ ചന്ദ്രനിൽ വീട് വയ്ക്കുന്നത് വരെയുള്ള സകല വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ത് പ്രശ്നത്തെപ്പറ്റി പറയുമ്പോഴും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അദ്ദേഹം നിർബന്ധം കാണിച്ചിരുന്നുള്ളൂ. പറയുന്നത് സ്വന്തം പാർട്ടിക്കും മുന്നണിക്കും താൻ ചീഫ് വിപ്പായ സർക്കാരിനും ദോഷം ചെയ്യുന്നതായിരിക്കണം എന്ന കാര്യത്തിൽ മാത്രം. കുടുംബനാഥൻ മാണി എല്ലാം കണ്ട് രസിച്ചു നടന്നു. ബാർക്കോഴ വിവാദത്തിൽ പറഞ്ഞ് മറ്റൊന്നും പറയാനില്ലാതെ വന്നപ്പോൾ പെണ്ണൊരു കാര്യം പറഞ്ഞു. മാണി സാർ രാജിവെക്കുന്നതാണ് നാടിന് നല്ലത് എന്ന്. അതാണ് ഡൈവോഴ്സിനുണ്ടായ പെട്ടെന്നുള്ള കാരണം.
കേരള കോൺഗ്രസ് പാർട്ടി നടുക്കടലിലാണ്. ഒരു സംശയം വേണം, ഈ ആരോപണം കേരള കോൺഗ്രസിനെ പ്രവർത്തകരെയും വേദനയിലാക്കി. അതായത് കേരള കോൺഗ്രസ് സംസ്കാരത്തിൽ എന്താണെന്ന് വെച്ചത് വ്യക്തിയാധിഷ്ഠിതമാണ് പാർട്ടി എപ്പോഴും. ഇപ്പോഴൊക്കെ പ്രസംഗത്തിലുണ്ട്. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടുമ്പോൾ ഒരു 50% പേരെങ്കിലും എങ്ങനെ നേതാക്കന്മാർ മണിയടിക്കാമെന്ന് ചോദിക്കുന്നത്, അല്ലാതെ നേതാക്കന്മാരുടെ മനസ്സെന്താണെന്ന് അറിഞ്ഞ അഭിപ്രായം പറഞ്ഞു, അതല്ലാതെ വ്യക്തമായ അഭിപ്രായം പറയാല്ല. അന്നേ ഞാൻ പറഞ്ഞതാ അപ്പനെ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ്. അപ്പ പറഞ്ഞു എനിക്ക് അസൂയാണ്. ഇനി അവസാനം അവൻ നമ്മുടെയൊക്കെ തലയിൽ കയറിയിരുന്ന് മൂക്ക് കടിക്കും. വിവാഹം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നഷ്ടമാക്കുന്നത് വിവാഹമോചനം ചെയ്യാനുള്ള അവസരമാണെന്ന് ഈ വിവാഹം നടന്ന ദിവസം തന്നെ ജനം ഓർത്തിരുന്നു. അന്ന് തന്നെ പ്രവചിക്കപ്പെട്ടിരുന്ന വിവാഹമോചനത്തിന്റെ വഴിയിൽ പിന്നെയും കാരണങ്ങളുണ്ടായി. തൻ്റെ ഭാര്യ ശത്രുപക്ഷത്തിനായാണോ പണിയെടുക്കുന്നതെന്ന് ഭർത്താവ് KM മാണി സംശയിച്ചുവെങ്കിൽ കുറ്റം പറയാൻ പറ്റില്ല. പ്രതിപക്ഷം ലീവ് എടുക്കുന്ന കാലത്ത് അവരുടെ പണി ഓവർ ടൈം എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഭാര്യയായിരുന്നു. നമുക്ക് PC ജോർജിനെ പറ്റിയുള്ളത് ഇതോടുകൂടി അവസാനിപ്പിക്കാം. അല്ലാതെ ഈ പ്രസ് കോൺഫറൻസ് വന്നു കഴിഞ്ഞാൽ എന്റെ പ്രസ് കോൺഫറൻസിന്റെ പോയി PC ജോർജ്. ഇനി ഞാൻ PC ജോർജിനെ പറ്റി ചോദിച്ചാൽ ഉത്തരം പറയുന്നല്ല. പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ്. കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കുകയാണ്. PC ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ 1-2 പരാതികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാനത് ഗൗരവപൂർവ്വം വീക്ഷിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കും. അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതാണ്. പാർട്ടി അതിന് പ്രത്യേക യോഗം കൂടുന്നതാണ്. നീ അറിഞ്ഞില്ല, പക്ഷേ ഞാൻ അറിഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു. നീയും അറിയാനിരിക്കുന്നു. ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു അവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. ഞാൻ PC ജോർജിനെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ നിയന്ത്രണം വിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളോട് എനിക്ക് യോജിപ്പില്ല. മറ്റ് പാർട്ടികളെ സംബന്ധിച്ച്, അവരുടെ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയേ നമ്മൾ സംസാരിക്കാവൂ. എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അവൾ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ. 92 വയസ്സുള്ള എൻ്റെ അപ്പനൊക്കെ പ്രായമുള്ള മനുഷ്യനാ. എൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന അദ്ദേഹത്തൊക്കെ ഇളയതാ. ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഓഹോ, ഇത് പ്രേമം തന്നെ. പഴയ പ്രേമം പുനരാരംഭിക്കാനാവും അന്വേഷിക്കുന്നത്. അപ്രിയ സത്യങ്ങൾ വെട്ടിത്തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കുന്ന അവാർഡ് ലഭിച്ച ശ്രീ PC ജോർജിനും ആശംസകൾ ആദ്യമായി പ്രേമിച്ച പുരുഷനെ ഒരു സ്ത്രീക്കും മറക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ എഴുതിയിരുന്നത് സത്യമാണ്. എനിക്കതിൽ പരാതിയില്ല. പക്ഷേ നീ എന്തിനാണ് എന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്തു നീട്ടി തന്നത്? പറയൂ. ഇതിനകത്തുള്ള പ്രശ്നം അച്യുതാനന്ദനല്ല. അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ അപ്പുറത്ത് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുത്ത നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉത്തരവിട്ടു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് ചെയ്തത് തെറ്റാണെന്ന്. അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിലും മൗനം ഭഞ്ജിക്കൂ ഡോക്ടർ. അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ്. സ്വന്തം തളത്തിൽ ദിനേശൻ. സിനിമാക്കാരെ കാണുമ്പോൾ അടുത്ത സിനിമ ഏതായെന്ന് ചോദിക്കും പോലെയാണ് മലയാളികൾ വഴിയിലെങ്ങാനും കേരള കോൺഗ്രസുകാരെ കണ്ടാൽ അടുത്ത പിളർപ്പ് എപ്പോഴാ എന്ന് ചോദിക്കുന്നത്. അതിനുള്ള വഴി ഒരുങ്ങി വരികയായിരുന്നു. ലക്കും ലഗാനുമില്ലാത്ത അഹങ്കാരത്തോടു കൂടിയ PC ജോർജിൻ്റെ ഈ പോക്കിന് ഒരു ചെറിയ വിരാമം ഇടണം എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു ചെറിയ ശിക്ഷ, വലിയ ശിക്ഷയൊന്നുമല്ല. എന്നെ ശിക്ഷിക്കുമെന്ന് ആഫ്റ്റർ ഹൂയിസ് ഹി? എൻ്റെ അധ്യാപകനാണോ അതോ എൻ്റെ അപ്പനാണോ എന്നെ ശിക്ഷിക്കാൻ? എനിക്ക് ശരി വരിക. അങ്ങനെ എന്ത് പറ്റി? 80 വയസ്സായപ്പോഴത്തെ സനയിലായോ ഇങ്ങനെ വർത്തമാനമൊക്കെ പറയാൻ? നീ എന്താടി പറഞ്ഞത്? നിനക്കെന്നെ മടുത്തു എന്നല്ലേ? എനിക്കും മടുത്തടി നിന്നെ. എനിക്കും മടുത്തു. എന്റെ നരക ജീവിതം ഞാനും അവസാനിപ്പിക്കാൻ പോവാടി. കേരള കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. ഒന്ന് UDF-ലേക്ക് നിയോഗിച്ചത് കേരള കോൺഗ്രസ് പാർട്ടി. 2 ചീഫ് വിപ്പ് സ്ഥാനം നൽകിയതും കേരള കോൺഗ്രസ് നോമിനി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ 2 സ്ഥാനങ്ങളിൽ നിന്നും പിൻവലിക്കാൻ PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF-ന്റെ ലൈസൺ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പിൻവലിക്കുന്നതായിട്ടുള്ള കത്ത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ KM മാണി തന്നിട്ടുണ്ട്. പിടിക്കടി നിന്റെ പണ്ടാറടങ്ങി ജോയിന്റ് പെറ്റീഷൻ കൊണ്ടുപോയി കൊടുക്കടി.
അപ്പം ഞാൻ ഇത് പോക്കറ്റ് കിടപ്പുണ്ട് രാജി ഇപ്പോഴും. ഞാൻ എപ്പോഴും അത് കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ ആ സ്ഥാനം കാണിച്ച് KM മാണി എന്നെ ഭയപ്പെടുത്തുന്ന ഒരു മോശം ഇടപാടാണ്. അത് ജനാധിപത്യത്തിൽ ചേർന്ന നടപടിയല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ബഹുമാനപ്പെട്ട KM മാണി ഈ ചെറിയൊരു സ്ഥാനം വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തരുത്, അത്രേ ഉള്ളൂ എനിക്ക്. പിന്നെ അവസാനവട്ട അനുരഞ്ജന ശ്രമങ്ങളുടെ സമയമായി. ബിജു രാധാകൃഷ്ണനെ പോലുള്ള പ്രതികളുടെ വരെ കുടുംബ പ്രശ്നം പരിഹരിച്ച് പേരെടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബ കോടതി. അവിടെയായിരുന്നു അനുരഞ്ജന ചർച്ചകൾ. കാരണം ഈ കല്യാണം പൊളിഞ്ഞാൽ പിന്നെ നടക്കുന്ന വിഴുപ്പലക്കലിൽ അദ്ദേഹത്തിനായിരിക്കും നഷ്ടം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു ശ്രമം നടത്താതിരിക്കുന്നത് ശരിയല്ല. ഇനി മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട ശേഷം താമസം കൂടാതെ ഒരു തീരുമാനം എടുക്കും. തൻ്റെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ? സൂപ്പർ ഈഗോ. ഭാര്യയേക്കാൾ ഏതർത്ഥത്തിലും മികച്ചവനാണ് എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രത. ഭാര്യ വീട്ടുജോലി എടുക്കാനും അടക്കി ഭരിക്കാനുമുള്ള ഒരടിമ മാത്രമായിരുന്നു. ശരിയല്ലേ? ഭാര്യമാരങ്ങനെ കഴിയേണ്ടവരല്ല സൂണ. കാരണം ലോകത്തിന്നേ വരെ ഒരടിമയും അതിൻ്റെ ഉടമയെ സ്നേഹിച്ചിട്ടില്ല. ഭാര്യ വീട് വിട്ടു പോയപ്പോ തൻ്റെ മനസ്സും കൂടെ ഒപ്പം പോയത്. അതുകൊണ്ടാ അന്നേ വരെ ഒരു ടെൻഷനും കൂടാതെ ജീവിച്ചിരുന്ന നിങ്ങളെ ചെറിയ പ്രശ്നങ്ങൾ പോലും അസ്വസ്ഥനാക്കാൻ തുടങ്ങിയത്. എന്നിട്ടും ഭാര്യ വിവരം അറിയിക്കാനോ തിരിച്ചു വിളിക്കാനോ നിങ്ങൾ തയ്യാറായില്ല. എടോ, ഒരു വീടിന്റെ രക്ഷാവലയെന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാ. അതെന്നില്ലാതാകുന്നോ ആ കുടുംബം അന്ന് നശിച്ചു. രാഷ്ട്രീയത്തിൽ സ്വീകരിക്കേണ്ട ചില പൊതുവായ സമീപനങ്ങളുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടെ യോജിക്കാവുന്ന പോയിന്റിലെ തീരുമാനം ഉണ്ടാക്കാൻ ഒക്കൂ. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയത്? വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം തരുന്നില്ല എന്നതുകൊണ്ടോ? ആ സ്നേഹവും വാത്സല്യവും നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഭർത്താവ് നൽകുന്ന സ്നേഹം, സംരക്ഷണം, അതാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശമ്പളം. ഞാൻ എന്നും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. ഇപ്പോൾ 72-ൽ നിന്ന് 76 ആയതെങ്ങനെയാ? നിങ്ങളൊക്കെ പറഞ്ഞത് ഇന്ന് വീഴും, നാളെ വീഴും, ഒരാൾ പോകും, പാർട്ടി പോകും എന്നൊക്കെ അല്ലേ പറഞ്ഞത്? ഒന്നും ആയിട്ടില്ല. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മനസ്സുകൾ തമ്മിൽ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ഒഴിവാക്കാനാകാത്ത ഒരു ടെലിപ്പതിക് റിലേഷൻഷിപ്പ് ഉണ്ട്. സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഈ പിണക്കമെന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിലെ തീയാടോ. കോടതി നിർദ്ദേശിച്ച 3 കൗൺസിലിംഗിന് ശേഷവും ഇരു കക്ഷികളും പിരിയണമെന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇരുവരും പരസ്പര ബന്ധമില്ലാതെ മാറി താമസിക്കണമെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഈ 6 മാസത്തിന് ശേഷവും വിവാഹമോചനം നേടി പിരിയുവാൻ തന്നെയാണ് കക്ഷികളുടെ തീരുമാനമെങ്കിൽ ആയത് കോടതി പരിഗണനയ്ക്കെടുക്കുന്നതാണ്. വിവാഹം കോട്ടയത്ത്, ജീവിതം തിരുവനന്തപുരത്ത്. ഇനി ഈ ദമ്പതികൾ ഔദ്യോഗികമായി വിവാഹമോചനത്തിനുള്ള സ്ഥലം കൂടി കണ്ടെത്തിയാൽ മതി. ബാക്കിയെല്ലാം ആയി കഴിഞ്ഞു. അത് പാർട്ടിയുടെ അവകാശമാണ്, അതനുസരിച്ച് ചെയ്തു എന്നല്ലാതെ ഇപ്പോൾ ഒരു ടൈമായില്ലേ VC, ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് വേറെ ആളുകളെ നിശ്ചയിക്കാം. KM മാണി പറയുന്നത് ഞാൻ വൈസ് ചെയർമാനായിട്ട് ഇങ്ങനെ ഒരു ബൊമ്മയായിട്ട് തുടരാം. ചീഫ് വിപ്പ് സ്ഥാനവും എല്ലാം പറ്റുക MLA സ്ഥാനങ്ങൾ രാജിച്ച് കിട്ടിയാൽ അദ്ദേഹം ആഗ്രഹം കാണും. എനിക്ക് വിരോധം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ലേ. വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് പറയപ്പെടുക. പെണ്ണിനും ചെക്കനും ഒഴികെ ആർക്കും താല്പര്യം തോന്നാൻ കാരണമില്ലാത്ത സംഗതിയാണ് വിവാഹ ആൽബങ്ങൾ. മറ്റുള്ളവന്റെ വിവാഹ ആൽബത്തിന് എന്തെങ്കിലും പ്രാധാന്യം പിന്നെ വരുന്നത് വിവാഹമോചനത്തിന്റെ സമയത്താണ്. കല്യാണ ആൽബത്തിനുള്ളിൽ വിവാഹമോചന ഹർജി എടുത്തു വെച്ച് രണ്ടിൻ്റെയും പേജുകൾ മാറി മാറി നോക്കിയാൽ എങ്ങനെയുണ്ടാകും? മാണി സാർ ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനം, കഴിഞ്ഞ 4 കൊല്ലമായി ജോർജ് UDFിനെ ശിഥിലീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ സഹിക്കാൻ മേലെന്ന്. അപ്പോൾ ഞാൻ ആ പണി തുടങ്ങിയത് എന്നെ പുറത്താക്കണ്ടേ പുള്ളി, ഇതെന്നെ വെച്ചോണ്ട്. അപ്പോൾ പുള്ളി കൂടെ കൂടിക്കൊണ്ട ശിഥിലീകരണം നടത്തിയെന്ന് തെളിഞ്ഞോ? നിങ്ങൾ മനസ്സിലായോ? 4 കൊല്ലമായി എന്നാ പുള്ളി നീട്ടി പറഞ്ഞു. എന്തിനാ വെച്ചുകൊണ്ടിരുന്നത്? പിന്നെ ഭഗവത്ഗീത പറയുന്നത് എന്താണ്? സകല ദുഃഖങ്ങളെയും പ്രതികാര ബുദ്ധിയില്ലാതെ സഹിക്കുവാൻ കഴിവുള്ളവനായി തീരണം. ഞാൻ ചിന്തിച്ചു, 29 കൊല്ലക്കാലം പിറകെ നടന്ന് ചീത്ത വിളിച്ചിട്ടും ഒരു വൈരാഗ്യമില്ലാതെ സഹിക്കാൻ കഴിവുള്ളവനായി മാണി സാർ 29 കൊല്ലക്കാലം സഹിച്ചു എന്ന് പറയുമ്പോൾ ഹിന്ദു പുരാണം 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അത് പ്രാവർത്തികമാക്കിയ നേതാവാണ് KM മാണി എന്നെനിക്ക് തോന്നി. ഒരുമാതിരി മനുഷ്യത്വം ഇല്ലാതെ പെരുമാറാൻ പാടില്ല, മാന്യത പ്രകടിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും മനുഷ്യ കളിയാക്കല്ലേ കേട്ടോ. ചേർന്നില്ലേ, എൻ്റെ കരള് പറിക്കാനാണ് നോക്കുന്നത്. ഞാൻ കൊടുക്കാം, വെച്ചിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം യേശു പറഞ്ഞു, ഒരു ചെവിട്ടത്തടിച്ചാൽ
അടുത്ത ചെവിട് കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ യേശുവിന്റെ വാക്കുകളെ പറ്റി ചിന്തിച്ചപ്പോഴും എത്രമാത്രം ഭീകരമായി ആക്രമിച്ചിട്ടും ഒരിക്കൽ പോലും എന്നെ ആക്രമിക്കാൻ തയ്യാറാകാത്ത മാണി സാർ അദ്ദേഹവുമായി ശത്രുത പുലർത്തുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുകയുണ്ടായി. അത് എത്ര കൊല്ലമായി അങ്ങേര് തുടങ്ങിയിട്ട്? 77 അങ്ങേര് തുടങ്ങിയല്ലേ എന്നെ ഇല്ലാതാക്കാൻ. ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ, അങ്ങേരും ഉണ്ട്. ആരാ ശുഷ്കിക്കുന്നതെന്ന് ജനമറിയാം. മുഹമ്മദ് നബിക്ക് പിന്നാലെ ആ ശത്രുതയുണ്ടായിരുന്ന ഉമറാണ് ലോക മുസൽമാന്മാരുടെ ഏറ്റവും വലിയ നേതാവായി മാറുക എന്ന് പറയുമ്പോൾ ആ നബി തിരുമേനിയുടെ സ്നേഹത്തിന്റെ ആഴം ഏത് വിധത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെ ഞാൻ കാണുകയാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഉപകാരം ഇന്ന് വരെ അങ്ങേരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. പൂഞ്ഞാർ ഒഴിച്ച് ബാക്കി 8 നിയമവെള്ളം, പൂഞ്ഞാർ നിയമവെള്ളത്തിൽ പുള്ളൊരു അടുത്ത് കിടക്കുന്ന നിയമവെള്ള, അതിന് മാത്രം ഒരു പൈസ വെച്ചിട്ടില്ല. ഞാൻ ഇതുവരെ പുറത്ത് പറയാത്ത കാര്യം പറയാം. എന്താണ് KM മാണിയുടെ മഹത്വം എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയട്ടെ, അതുകൊണ്ട് പറയുക. മിക്ക ഡൈവോഴ്സുകളിലെയും പോലെ ഇവിടത്തെയും പ്രധാന തർക്ക വിഷയം കുട്ടികളാണ്. കുട്ടികളെ പങ്കുവെച്ചുകൊണ്ടാണ് വിവാഹമോചനം നിലവിൽ വരാൻ പോകുന്നത്. അവരാണ് കേരള കോൺഗ്രസിന്റെ ആരാധനാലയമായ സംസ്ഥാന സമിതി ഓഫീസ് പൊളിച്ച് പുതിയതുയർത്താൻ രംഗത്ത് വന്നത്. പള്ളി പൊളിക്കൽ ശ്രമങ്ങളോടെ പിളർപ്പ് യാഥാർത്ഥ്യമാകുന്നത് കാണിക്കാനും പാർട്ടിയിലെ ന്യൂ ജനറേഷന് സാധിച്ചു. എൻ്റെ ആഗ്രഹം പഴയ കേരള കോൺഗ്രസ് സെക്കുലർ റിവൈവ് ചെയ്ത് പാർട്ടി പ്രവർത്തനമായിട്ട് പോകണം എന്നാണ്. നമ്മുടെ KSC പ്രവർത്തകരെ മർദ്ദിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വന്നൊരു അക്രമം അഴിച്ചുവിടുന്നവരെ തിരിച്ചാക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും KSCയുടെ പ്രവർത്തന ശൈലിയല്ല, ഒരു രീതിയുമല്ല. പ്രതിപക്ഷം അപ്രസക്തമായി പോയ ഈ തർക്കങ്ങൾക്കിടയിൽ ആകെ പ്രതിപക്ഷത്തു നിന്ന് ഗുണമുണ്ടായത് NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയനാണ്. അദ്ദേഹത്തെ ഇതാദ്യമായി സംസ്ഥാന സർക്കാർ അറസ്റ്റ് ചെയ്ത് ആദരിച്ചു. ഭക്ഷണം കഴിക്കാൻ പോയ എന്നോട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ് പറയുന്നത്. DGPയുടെ നിർദ്ദേശമാണെന്നാണ് എന്നെ ഇവിടെ SI പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്താ നിർദ്ദേശം? ഊണ് കഴിക്കരുതെന്നാണോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം? അപ്പോൾ ഞാൻ ആഭ്യന്തരമന്ത്രിയെ സ്റ്റേഷനിൽ വെച്ച് വിളിച്ചു. അദ്ദേഹം ഒരു മീറ്റിംഗിലായിരുന്നു. ഉടനെ അദ്ദേഹം വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഉണ്ണാൻ പോകുന്നവരെ പിടിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കുബേര ഉണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഉണ്ണുന്നവരെ പിടിക്കാനുള്ള എന്ത് നടപടിയാണുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചോ. പറഞ്ഞു, വിജയ ഞാൻ ഇപ്പൊ വിളിക്കാം. അപ്പോഴാണ് DGP പറഞ്ഞു, ഇങ്ങനെ ചീമുട്ട, നിങ്ങൾക്കറിയാം ഞാനൊരു വെജിറ്റേറിയനാണ്, നിങ്ങൾക്ക് മിക്കവാറും ആളുകൾക്കറിയാം, ഞാൻ മുട്ട ഇങ്ങനെ മടി വെച്ചുകൊണ്ട് നടക്കും, നിങ്ങൾ ആരും ധരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ മുട്ടയില്ല. ഉമ്മൻചാണ്ടി പിന്നെ നേരെ അങ്ങനെ പറയത്തില്ലല്ലോ. ഉമ്മൻചാണ്ടി ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിലും ഇപ്പൊ നമ്മൾ വിളിച്ചു, അയ്യോ അറസ്റ്റ് ചെയ്തു, ഞാൻ അറിഞ്ഞില്ലല്ലോ. അദ്ദേഹം അറിയാതിരിക്കും. അന്നേരം വയർലെസ് വഴി എന്നോട് പോലീസുകാർ പറഞ്ഞു, വയർലെസ് കൂടെ ഒക്കെ പോയിരിക്കാൻ ഉഴവൂർ വലിയ മുട്ടയായിട്ട് വരുന്നെന്ന്. എനിക്ക് മുട്ട കച്ചവടമല്ലേ, അത് എനിക്കറിയാൻ പറ്റാണ്ട് ഏത് DGP ആണ്. അതുകൊണ്ട് പൂജപ്പുര പോകേണ്ടവന് പാലായി കൂടെ നടക്കുക, ഞാൻ കൂടിമംഗലം സ്റ്റേഷനിൽ പോയി. അതാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. വിശുദ്ധ വാരം കഴിഞ്ഞിട്ടാകും കൂടുതൽ അവിശുദ്ധ കാഴ്ചകൾ എന്നാണ് ഇരുപക്ഷവും നൽകുന്ന ഉറപ്പ്. പീഠാനുഭവങ്ങളുടെ ഈ വാരം ഏതായാലും കേരള കോൺഗ്രസിന് എല്ലാ അർത്ഥത്തിലും അനുഭവിക്കാൻ കഴിഞ്ഞു. ഉമ്മൻചാണ്ടിക്കും നോമ്പുകാലം കഴിഞ്ഞ് സാധാരണ കല്യാണം പോലുള്ള ശുഭകാര്യങ്ങൾ നടത്താറുള്ളൂ. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച്
വിവാഹത്തെക്കാൾ വലിയ ശുഭകാര്യം 2 പാർട്ടികൾ തമ്മിലെ വിവാഹമോചനമാണ്. കാരണം അതിലൂടെയാണല്ലോ ഇനി അവർക്ക് വളരേണ്ടത്. അതുകൊണ്ട് ഈ ഡൈവോഴ്സ് പ്രാബല്യത്തിൽ വരിക ഉയർപ്പ് പെരുന്നാളിന് ശേഷം മാത്രം. യേശു കുരിശേ കയറിയത് എൻ്റെയും മാണി സാറിൻ്റെയും ഉൾപ്പെടെയുള്ള പാപമോചനത്തിന് വേണ്ടി പരിഹാരമായിട്ട് കുരിശേ കയറി യേശു. അതിൻ്റെ വർഷം ആഘോഷിക്കുകയാണ്. മനസ്സിലാക്കണം. പെസഹ ആഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും വരിക. അപ്പോഴാണ് ഞാനും പാപിയായ മാണി സാറും കൂടെ വഴക്കുമായിട്ട് കിടക്കുന്നത് മോശമല്ലേ? ദൈവത്തെ നിവർത്തി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ നൽകിയ ഉപദേശരൂപേണയുള്ള മുന്നറിയിപ്പാണ് എൻ്റെ സ്മരണയിൽ വരുന്നത്. നമ്മുടെ ബന്ധുവും നമ്മൾ തന്നെയാണ്, നമ്മുടെ ശത്രുവും നമ്മൾ തന്നെ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഒരു ക്രൈസ്തവർ എന്ന നിലയിൽ കുരിശുമല കയറ്റവും അതുപോലെ ഉപവാസവും പ്രാർത്ഥനയായിട്ട് കഴിയേണ്ട സമയമായി. അഴിമതി വിരുദ്ധ പോരാളികളെ മുട്ടി കേരളത്തിൽ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് വരുന്നത്. PC ജോർജ്, ബിജു രമേശ്, ഗണേഷ് കുമാർ തുടങ്ങി അഴിമതിക്കെതിരായ വിസിലടിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അഴിമതി തൊഴിലാളി സംരക്ഷണ നിയമം പാസാക്കാൻ വൈകരുത് എന്ന അഭ്യർത്ഥനയുമായി നിർത്തുന്നു. തിരുവാതിരയുടെ മുൻ എപ്പിസോഡുകൾ manoromanews.com യൂട്യൂബിലുമുണ്ട്. കാണുക. പുതിയ എപ്പിസോഡുമായി അടുത്തയാഴ്ച എത്തും. നന്ദി, നമസ്കാരം.